ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇവർക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇന്നലെ അനുവിൻ്റെ പിറന്നാളായിരുന്നു, ഇന്ന് അമ്മുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. ഇവർ തമ്മിൽ 5 ദിവസത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. നാളെ വെച്ച് നോക്കുമ്പോഴേ അമ്മുവിൻ്റെ പിറന്നാൾ ലാസ്റ്റിലേക്ക് പോയി, അല്ലെങ്കിൽ അമ്മുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടാണ് അനുവിൻ്റെ പിറന്നാൾ വരെ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇന്നിപ്പോൾ അമ്മുവിൻ്റെ. അപ്പോൾ ഈ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവർക്ക് സർപ്രൈസ് ആണ് കേട്ടോ. ഇവരോട് പറയാതെയാണ് ഇപ്പം ഞങ്ങൾ ഈ കൊടുക്കുന്നുണ്ട്. മോനും സനുവും പോയിട്ട് കേക്കിന് ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ ഇവർ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ അത് മതി, കേക്ക് നാട്ടിൽ പോയിട്ട് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് അവരുടെ റിയാക്ഷൻ അറിയാം. അനുവും അമ്മുവും ഒക്കെ ആകെ ഒരു ഷോക്കായി പോയിട്ടോ കേക്ക് കണ്ടപ്പോൾ. രണ്ടാൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഇവർ കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കേക്ക് കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ആരാധൂനെയും കൂട്ടിയിട്ട് രണ്ടാളും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചു കിട്ടും. എന്നിട്ട് അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. അതിൻ്റെ കൂടെ കിട്ടിയ കുഞ്ഞു കപ്പ് കേക്കൊക്കെ ഉണ്ട്, അതും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത ശേഷം ഞങ്ങൾ അവിടുന്ന് പോരുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു മരം ഉണ്ട് കേട്ടോ. അതിൽ നിറച്ച് വയലറ്റ് പൂക്കളുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇവിടെ എത്തിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായി. കാരണം നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ എത്തിയത് ലേറ്റ് ആയിരുന്നു, ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം നോക്കുമ്പോൾ നല്ല വെയിൽ, പുറത്തേക്ക് നോക്കാൻ പറ്റണില്ല, നമുക്ക് കണ്ണ് ഇതാവില്ലേ, അതേപോലത്തെ വെയിലാണ് കേട്ടോ. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ കാണാൻ പോകണോണ്ടേ വെയിൽ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പുറത്ത് നല്ല വെയിലല്ല. അപ്പം ഞങ്ങൾ വേഗം ഓടിയിട്ട് പാലസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ ഫോറിനേഴ്സും വന്നിട്ടുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഫോറിനേഴ്സിന് വേറെ ടിക്കറ്റും നമുക്ക് ഇന്ത്യക്കാർക്ക് വേറെ ടിക്കറ്റും ആണ് കേട്ടോ. റേറ്റിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ലൈനായിട്ട് നിൽക്കുക കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാനൊരേ മൂന്നെണ്ണം ട്യൂൻസ്. ഹലോ 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 ഇവിടേക്ക് അമ്മ. അങ്ങനെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലായത്. അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ എടുത്തവരുടെയൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട്, അപ്പോൾ പിന്നെ ഞങ്ങളും എടുക്കാൻ പോയില്ല. പുറത്തുനിന്ന് എത്ര വേണിച്ചെടുക്കാം, അകത്തത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ പെനാൽറ്റി കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതിന് റിസ്ക് എടുക്കാൻ നിന്നില്ല, നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്ത് വന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അധികം പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടോ, എല്ലാവരെയും കിട്ടിയിട്ടോ. ആൾക്കാർക്ക് വെയിലൊന്നും പ്രശ്നമില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നിന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കാണാം കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ണ് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആവുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെയാവുക. എനിക്ക് സൂര്യൻ്റെ വെളിച്ചത്തേക്ക് അങ്ങനെ നോക്കാൻ വയ്ക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുറത്തു കൂടെ ഒന്നും നടന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ പോവുക ചെയ്തിട്ടോ. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെയും കുറച്ച് കഴിച്ച് ഇറങ്ങിയോണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി എന്തും പറഞ്ഞിട്ട് നിൽക്കുകയാണ് എല്ലാവരും. കുട്ടികൾക്കൊക്കെ നല്ല വിശന്ന് തുടങ്ങിയെന്നെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ പോരുന്ന വഴിക്കൊക്കെ ഇതായി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ആരാധൻ്റെ ഫേവറേറ്റ് കളറാട്ടോ പർപ്പിൾ. പിന്നെ അധികം ഇല ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് മാറിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി. പിന്നെ എല്ലാവർക്കും നല്ല വിശന്നുകൊണ്ട് വേഗം എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ലെവലിലാണ് കേട്ടോ കുട്ടികളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് വേഗം സീറ്റ് കിട്ടിയിട്ടോ. ലോങ് സീറ്റ് എല്ലാവർക്കും ഇരിക്കാൻ തരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് സീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എംപയർ സ്പെഷ്യൽ ബക്കറ്റ് ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ കബാബും. അപ്പോൾ അത് ചിക്കൻ കബാബ് ആദ്യം കൊടുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും വിശപ്പുകൊണ്ട് അത് ആദ്യം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കബാബ്. പിന്നെ ഈ ബക്കറ്റ് ബിരിയാണിയും പറയാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റൈസും അതേമാതിരി ചിക്കനും അതേ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ വന്ന മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ എംപയർ ബക്കറ്റ് ബിരിയാണി. കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരാധൊരു ബിരിയാണി ലവറാണ് കേട്ടോ. ഫാൻ ഗേൾ എന്നൊക്കെ പറയാം കേട്ടോ അവളേനെ. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾക്ക് ചിക്കനൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിലും ബിരിയാണിയുടെ റൈസ് അത് എങ്ങനെ അവൾ കഴിക്കും കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ സ്പൂൺ കൊണ്ട് കഴിക്കുന്നുണ്ട്, കുറേ കൈ കൊണ്ട് കഴിക്കുന്നുണ്ട്. നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ സംഭവം. അത് നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി കഴിക്കുമ്പോൾ ചുടുക്കനെ കഴിക്കണ്ട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. പിന്നെ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് മുഴുവൻ അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി കുറച്ചുണ്ടായിരുന്നു, ഞങ്ങൾ പാഴ്സൽ എടുത്തു കേട്ടോ. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പം മോനും സനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ ടീഷർട്ടിൽ കുട്ടൂസ് ഉണ്ട്, ലുട്ടാപ്പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ കാണുന്നത്, കുട്ടൂസിനെ ലുട്ടാപ്പിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.